صلى الله عليه وسلم الفاتحة. اللهم انصر من نصرنا في الدارين يا خير الناصرين. اللهم اجعلنا من المتقين. ربنا عليك توكلنا وإليك أنبنا وإليك പ്രതിനിധികളായ റഫീഖ് അബ്ദുള്ള, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഉണർവ് അത് കണ്ടപ്പോൾ മനസ്സിന് വല്ലാത്ത സന്തോഷം തോന്നിയിട്ടുണ്ട്. എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. നന്ദി പറയുന്നു. അതിലുപരി എല്ലാവർക്കും ഞങ്ങളെവിടെ ഒരു ഫാമിലി തന്നെയാണ്, അത് മറന്നുപോയത്. ശരിക്കും പറഞ്ഞാൽ കണ്ണീരോടെയാണ് ഇവിടുന്ന് തിരിച്ചു പോകുന്നത്. അള്ളാഹു നിങ്ങൾ എല്ലാ കാര്യങ്ങളും മുറാദുകളും നടക്കുന്നുണ്ട്. സത്യത്തിന് കണ്ണുനീര് വരുന്നത്. പെട്ടെന്ന് നിങ്ങളെ എല്ലാ വിഷമങ്ങളും തീർച്ചയായും. ഓക്കെ, എന്നാ ശരി, താങ്ക് യു. കുറേ കാലം മുമ്പുണ്ടായിരുന്നു സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ നടന്നതിൻ്റെ ഭാഗമായിട്ട് ഈ മരത്തിൻ്റെ കട്ടറ് മുതൽ പഴങ്ങൾ, ഫുഡിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു ഉള്ളതെടുത്തിട്ട് ഞാനിവിടെ വന്നു ഇതിൻ്റെ അവസാനം വരെ പോയി എത്തിക്കുന്നവർക്ക് എത്തിച്ചു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസമാണ് ഞാൻ തിരിച്ച് ലണ്ടനിലേക്ക് പോകും. അപ്പോൾ അന്ന് തന്നെ ഇത് വലിയൊരു പിരിവൊന്നും ആയിട്ടില്ല. മനസ്സിലായത് നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞ പോലെ നിങ്ങൾ ഒരിക്കലും ഇത് കൈ നീട്ടുന്നവരല്ല എന്നുള്ളത് ശരിക്കും അറിയാം. ഒരിക്കലും കൈ നിർത്തുന്നവരല്ല, കാര്യങ്ങളല്ല, ആ നിങ്ങൾ വാങ്ങുന്ന ആളുകളുമല്ല. അതെനിക്ക് വളരെയധികം അത് ആത്മാർത്ഥമായി മനസ്സിൽ തട്ടിട്ട് പറയുന്നത്. ഈ നിൽക്കുന്ന എല്ലാവരും ഒരു വ്യക്തിയല്ല, ഒരു കുടുംബമാണ്. ഒരു കുടുംബത്തിൽ എത്ര ആളുകൾ ഉണ്ടാവും എന്നറിയാം. ഒരുപാട് സന്തോഷമുണ്ട്. ഏകദേശം 5 മാസത്തോളം കാലമായിട്ട് ഇതുപോലുള്ള ഒരുപാട് പരിപാടികൾ പങ്കെടുത്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് സംസാരിക്കാനൊരു അവസരം കിട്ടുന്നത്. ഗഫൂർക്ക് പറഞ്ഞതുപോലെ കൊടുത്തു മാത്രം ശീലമുള്ള നമ്മൾ നാട്ടുകാരിങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. അതിനോടൊപ്പം നമ്മൾ തളർന്നു പോയപ്പോൾ ഇതുപോലെയുള്ള ആയിരക്കണക്കിന് മനുഷ്യന്മാരുടെ കൈകൾ നമ്മൾ ചുറ്റുമുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട്. ശംസാക്ക് സൂചിപ്പിച്ചതുപോലെ പ്രളയത്തിന് ശേഷം അവർക്ക് ശ്രീ ശ്രീ ഗഫൂർ, ശ്രീ മമ്മൂട്ടി അടക്കമുള്ള ആളുകൾക്ക് ആൻഡ് വെൽഫെയർ അസോസിയേഷനാണ് UK ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ചാരിറ്റി ഓർഗനൈസേഷനാണ് നമുക്ക് സഹായഹസ്തവുമായി എത്തിയിട്ടുള്ളത്. ഈ സമയത്ത് ഞങ്ങൾക്ക് ഓർക്കാനുള്ളത് ദുരന്തം കഴിഞ്ഞ ആദ്യത്തെ നിയോജകമണ്ഡല MLA ആരൊക്കെയാണ് ഇവിടെ പുനരധിവാസം നടത്തിയത് എന്നുള്ള ഒരു ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ അതിൽ ആ ലിസ്റ്റ് ചെയ്ത് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ MLA വിളിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇന്ന് ഈ പ്രിയപ്പെട്ട യൂറോപ്യൻ മുസ്ലിം കൾച്ചർ വെൽഫെയർ അസോസിയേഷനെ കൂടി ആ സംഘടനയിലേക്ക് ഇന്ന് നമ്മൾ MLA കൈമാറും. അപ്പം MLA അതിന് ഉദ്ദേശിച്ചത് വയനാട് ജില്ലയിൽ പുറത്തുനിന്നും അകത്തുനിന്നും വന്ന് പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകിയ സംഘടനകളുടെ പ്രതിനിധികളുടെ ഒരു യോഗം ഈ 4-ാം തീയതി MLA വിളിച്ചത്. അപ്പൊ കിച്ചൺ ആരാ